സോ ഗൈസ്, ഇത് നമ്മുടെ ലൂക്ക ബേബിയുടെ മാമോദീസ വ്ളോഗാണ്. മാമോദീസയൊക്കെ കഴിഞ്ഞിട്ട് ഒരു മാസമായേ. പക്ഷെ ഞാൻ പറഞ്ഞിട്ടില്ലേ, ആസ് യൂഷ്വൽ എൻ്റെ കുറച്ചധികം മടി കാരണം കുറച്ച് ലേറ്റായി പോയി. അങ്ങനെ ഒരു സൺഡേ ആയിരുന്നു കേട്ടോ മാമോദീസ. അങ്ങനെ രാവിലത്തെ പള്ളിയിലെ കുർബാനയൊക്കെ കഴിഞ്ഞ് നമുക്കൊരു 11:30 മണിയൊക്കെ ആയപ്പോഴായിരുന്നു മാമോദീസ തുടങ്ങുന്നത്. ഇതാണ് നമ്മുടെ മാമോദീസ ചെയ്യാൻ പോകുന്ന ലൂക്ക ബേബി. സോ അതിൻ്റെ ഇടയ്ക്ക് നമ്മുടെ ലൂക്കാച്ചിൻ്റെ ഡാഡിയുടെ മമ്മിയുടെ ഫോട്ടോഷൂട്ടൊക്കെയാണ് ഇവിടെ. അങ്ങനെ ഇതാണ് മിട്ടുവിൻ്റെ ഔട്ട്ഫിറ്റ്. അപ്പോഴത്തേക്കിനും നമ്മുടെ പ്രെയറൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നേ. സ്റ്റാർട്ട് ചെയ്തില്ല, ബട്ട് സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയായിരുന്നു. അപ്പോഴേക്കും അവൻ്റെ ഡ്രസ്സൊക്കെ മാറ്റി നമ്മൾ ഈ സഭയുടെ സഭാമാതാവിൻ്റെ ഗർഭപാത്രമാണ് മാമോദീസ തൊട്ടി. എന്താ അല്ലേ? അപ്പം നല്ലൊരു കരച്ചിൽ നിന്ന് അവൻ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ പ്രെയറിൻ്റെ ഇടയ്ക്ക് അവൻ നല്ലൊരു ഉറക്കത്തിലോട്ട് പോയേ. പിന്നെ നമ്മുടെ പിതാശ്രീ ആയിരുന്നു കേട്ടോ തലത്തൊട്ടപ്പൻ. പിന്നെ സത്യം പറഞ്ഞാൽ മിട്ടുവിൻ്റെയും കൂടെ ചേർത്തത് രണ്ടാമത്തെ മാമോദീസയായിട്ടോ ഇങ്ങനെ ഫുൾ അറ്റൻഡ് ചെയ്യുന്നത്. സാധാരണ മാമോദീസയൊക്കെ നമ്മൾ സമയമാകുമ്പം ഫുഡിൻ്റെ സമയമാകുമ്പോഴാണല്ലോ പോകുന്നത്. നാമത്തിൽ ഇവർക്ക് മാമോദീസ അങ്ങനെ ഉറക്കം ഇരുന്നിട്ടിപ്പോൾ വീണ്ടും കരച്ചിലായിരുന്നേ. അത് പിന്നെ ഉറങ്ങിക്കിടന്ന കൊച്ചിനെ എടുത്ത് വെള്ളത്തിൽ മുക്കിയാൽ കരയാതിരിക്കുമോ? ഈ പ്രാപിച്ചിരിക്കുന്ന പ്രസിദ്ധ പൂർവ്വങ്ങളോടുകൂടെ അങ്ങനെ പ്രെയറൊക്കെ കഴിഞ്ഞ് പിന്നെ ഫോട്ടോഷൂട്ടായിരുന്നു പള്ളിക്കകത്ത് വെച്ച്. അത് കഴിഞ്ഞ് നമുക്ക് ലൂക്കയ്ക്കുള്ള ഡ്രസ്സൊക്കെ മാറണമായിരുന്നു. കാരണം ഇനി ബാക്കി പരിപാടിയെല്ലാം ഹോളി വെച്ചാണ്. അപ്പോൾ അതിനുള്ള ഡ്രസ്സും കാര്യങ്ങളൊക്കെ മാറണം. അതിൻ്റെ ഇടയ്ക്ക് ഇവൻ കരയുന്ന സമയത്ത് മിട്ടു കേട്ടോ ഇവൻ ഇതാക്കുന്നത്. ഞാനാണെങ്കിൽ ഇത് തുടങ്ങിയപ്പോൾ തൊട്ട് ഫോണും പിടിച്ചോണ്ട് നടക്കുവാണ്. ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ ഒരു വെല്ലുവിളിയായെന്ന് തോന്നുന്നു. ബൈ ദ ബൈ ഒരു സൈഡിൽ ഞാനും മറ്റേ സൈഡിൽ അവരും. അങ്ങനെ ഫോണും ക്യാമറയായിട്ട് ഫുൾ ഇതായിരുന്നു. അങ്ങനെ അവനെയും ഡ്രസ്സ് ഇടിപ്പിച്ച് പള്ളിക്കകത്തുനിന്ന് സാധനങ്ങളൊക്കെ ഇറക്കി നമ്മൾ നേരെ ഹോളിലോട്ടാട്ടോ പോയത്. അവിടെയാണ് ഞാൻ കേക്ക് കട്ടിങ്ങും ബാക്കി പരിപാടികളൊക്കെ ഫുഡൊക്കെ. ആൻഡ് ഇതൊക്കെ ആട്ടോ അവൻ്റെ കേക്കും ഡെക്കറേഷനൊക്കെ. ആൻഡ് ചെന്ന് കഴിഞ്ഞാൽ കേക്ക് കട്ടിങ്ങും പരിപാടിയൊക്കെ ആയിരുന്നേ. ഫോട്ടോയ്ക്ക് വേണ്ടിയാണെങ്കിലും സ്റ്റേജിൽ നിന്നെല്ലാവരും അവന് കേക്കൊക്കെ മുറിച്ചെടുത്തപ്പോഴത്തേക്കും അവൻ ഹാപ്പി. കേക്ക് കിട്ടിയല്ലോ. പണ്ടൊരു സമയത്ത് ഭയങ്കര അലമ്പും കലിപ്പൊക്കെ ആയിട്ട് നടന്ന ജോബിയാണ് ഇപ്പോൾ ഒരു കല്യാണമൊക്കെ കഴിച്ച് ഭാര്യയും കൊച്ചൊക്കെ ആയിട്ട് ഒതുങ്ങി ജീവിക്കുന്നത്. ആൻഡ് എല്ലാവരും ഫുഡ് കഴിക്കാനൊക്കെ തുടങ്ങി. അപ്പം എൻ്റെ മെയിൻ പരിപാടി എന്ന് പറഞ്ഞാൽ ഈ ഫുഡ് കഴിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഫോണും പിടിച്ചുകൊണ്ട് പോകുന്നതാണ്. എനിക്ക് തന്നെ അറിഞ്ഞൂടാ, ഇടയ്ക്കൊക്കെ ഞാനൊരു നീലക്കുയിലായിട്ട് മാറിപ്പോകുന്നുണ്ടോ എന്നൊരു ഡൗട്ട്. പിന്നെ നമ്മുടെ ലൂക്ക ബേബിയുടെ മാമോദീസയായതുകൊണ്ട് എപ്പോഴത്തേം പോലെ ആദ്യമേ കയറി ഫുഡ് കഴിക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അങ്ങനെ എല്ലാവരും ഫുഡൊക്കെ കഴിച്ച് ഇടയ്ക്ക് ഫോട്ടോഷൂട്ടും ഗിഫ്റ്റ് കൊടുക്കുന്ന പരിപാടിയും അങ്ങനെയൊക്കെ ആയിരുന്നേ. ഇങ്ങനെയൊക്കെയുള്ള എന്തെങ്കിലും പരിപാടികളൊക്കെ വരുമ്പോഴേക്കും ഫാമിലിയിലുള്ള എല്ലാവരും അത്യാവശ്യം ഒന്ന് മീറ്റ് ചെയ്യുന്നത് നൈസായിരിക്കും കേട്ടോ. ഫുൾ ഫോട്ടോയോ അതൊക്കെ. അതിൻ്റെ ഇടയ്ക്ക് ഫോട്ടോ എടുക്കുന്ന സമയം കരയുന്ന അവനെ ഇങ്ങനെ ഐസ്ക്രീം കൊടുത്തും ഓരോന്നൊക്കെ കാണിച്ചാട്ടോ ഒന്ന് കൂളാക്കുന്നത്. അവനാണെങ്കിലും ഒടുക്കത്തെ ടയേർഡായിരുന്നു. രാവിലെ തൊട്ട് തുടങ്ങിയതല്ലേ ഫുൾ ഫോട്ടോ എടുപ്പ് അത് ഇതെന്നൊക്കെ പറഞ്ഞ്. ഇതിൻ്റെയൊക്കെ ഇടയ്ക്ക് ഈ ഫോണും പിടിച്ച് നടക്കുന്ന എന്നെ കളിയാക്കുന്നതാണ് ഈ കാണുന്നത്. പിന്നെ ചേട്ടന്മാരായതുകൊണ്ട് ഞാൻ പോട്ടെ എന്നങ്ങ് വിചാരിച്ചു. അത് കഴിഞ്ഞ് നമ്മുടെ ടേൺ വന്നു ഫുഡ് കഴിക്കാൻ. അത്യാവശ്യം എല്ലാവരും പോയി. അങ്ങനെ നമ്മൾ ഫുഡ് കഴിക്കാനിരുന്നു. എനിക്ക് ലെഗ് പീസ് കിട്ടിയതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. സത്യം പറഞ്ഞ് ഇപ്പോൾ ആൾക്കാരുള്ള സമയത്ത് ഇങ്ങനെ ഫോണും പിടിച്ചെടുക്കുന്നതും വീഡിയോ എടുക്കുന്നതൊക്കെ കുറച്ചൊരിതാണ്. ചെറുതായിട്ടൊരു ഇൻട്രോവേർട്ടായിട്ടാണ് ഞാൻ വരുന്നത്. പിന്നെ എങ്ങനെയൊക്കെയോ ഞാൻ മാനേജ് ചെയ്ത് പോകുന്നു. ആൻഡ് ഞാനാണെങ്കിൽ ഇങ്ങനെ വീഡിയോ ഒക്കെ എടുക്കുന്ന സമയത്ത് ഓരോ ആൾക്കാർക്ക് എന്നെ ഇങ്ങനെ നോക്കിച്ചിരിക്കുന്നു. അപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോവും. പിന്നെ അത് കഴിഞ്ഞിട്ട് നമ്മൾ ഐസ്ക്രീമൊക്കെ കഴിക്കാനാട്ടോ ഈ വന്നത്.
അങ്ങനെ അവിടുന്ന് പിന്നെ അവനെയും കുറച്ച് നേരം വെറുപ്പിച്ച് കരയുന്നവനെ ഞാൻ എടുത്ത് കുറച്ച് ഇതാക്കി. ബട്ട് അവൻ്റെ മുഖം കണ്ടില്ല, എന്തൊരു വീണ്ടും കരഞ്ഞു. ഓക്കെ ബൈ. അങ്ങനെ നമ്മൾ മാമോദീസയുടെ ക്ഷീണം മാറ്റാൻ ഓപ്പോസിറ്റുള്ള കടയിൽ കയറി കുറച്ച് ലേസും നാരങ്ങളൊക്കെ കുടിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ എല്ലാവരും കൂടെ വീട്ടിലോട്ടാട്ടോ പോയത്. അങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് അവൻ്റെ കരച്ചിൽ മാറ്റി എൻ്റെ അടുത്താട്ടോ കൊണ്ടു തന്നെ. ഞാൻ കുറച്ചുകൂടെ അത് കൂട്ടി കൊടുത്ത് തിരിച്ച്. അത് കഴിഞ്ഞ് നമ്മൾ മേളിങ്ങനെ കുറേ കാർഡ്സും മറ്റേ ഇമ്പോസ്റ്റർ ഗെയിമൊക്കെ കളിച്ച് അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് നൈറ്റായപ്പോൾ ഇവർ പോവുകയാണ് തിരിച്ച്. ആൻഡ് ലൈക്ക് ടോട്ടലി ഫുൾ നൈസായിരുന്നു ഇന്ന്. അങ്ങനെ അവർ പോകാറപ്പോൾ ചെറിയൊരു വിഷമമൊക്കെ ഉണ്ടായി, പക്ഷെ വേറെ വഴിയില്ലല്ലോ. അപ്പോൾ ഓക്കെ ബൈ.